മനുഷ്യാവതാരത്തിൻ്റെ 2025 വാർഷികം ആചരിച്ച നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷത്തോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ ജൂബിലി വർഷത്തിലെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി നേരുകയാണ്. ക്രിസ്മസ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വലിയ സമാധാനവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാനും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ജനനത്തോടുകൂടി മനുഷ്യൻ വലിയ വിലയൊന്നും കൊടുക്കാത്ത കുറേ കാര്യങ്ങൾക്ക് വലിയ വില ലഭിച്ചു. നമ്മുടെ കണ്ണിൽ വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വലിയ വില ലഭിച്ച ഒരു തിരുനാൾ. അതിലൂടെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഹിതവുമെല്ലാം മനുഷ്യന്റെ ഹിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് തെളിയിച്ച ഒരു തിരുനാൾ. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾ വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഏറ്റവും എളിയതെന്ന് കരുതിയതിനെയെല്ലാം കർത്താവ് ഉയർത്തുകയാണ്. കുഞ്ഞുനാളിൽ പുൽക്കൂടുണ്ടാക്കുന്ന അവസരത്തിൽ ഇപ്പോഴൊക്കെയാണെങ്കിൽ റെഡിമെയ്ഡ് പുൽക്കൂടുകൾ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ജൂബിലി വർഷത്തിൽ നമ്മൾ ഈശോയുടെ മനുഷ്യാവതാര തിരുനാൾ ആഘോഷിക്കുന്നു. ശ്രദ്ധാപൂർവം അഭിമന്യ പിതാവിൻ്റെ സന്ദേശം കേൾക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരീ സഹോദരന്മാരെയും ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, മനുഷ്യാവതാരത്തിൻ്റെ 2025 വാർഷികം ആചരിച്ച നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷത്തോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ ജൂബിലി വർഷത്തിലെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി നേരുകയാണ്. ക്രിസ്മസ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വലിയ സമാധാനവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാനും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ജനനത്തോടുകൂടി മനുഷ്യൻ വലിയ വിലയൊന്നും കൊടുക്കാത്ത കുറേ കാര്യങ്ങൾക്ക് വലിയ വില ലഭിച്ചു. നമ്മുടെ കണ്ണിൽ വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വലിയ വില ലഭിച്ച ഒരു തിരുനാൾ. അതിലൂടെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഹിതവുമെല്ലാം മനുഷ്യന്റെ ഹിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് തെളിയിച്ച ഒരു തിരുനാൾ. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾ വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഏറ്റവും എളിയതെന്ന് കരുതിയതിനെയെല്ലാം കർത്താവ് ഉയർത്തുകയാണ്. കുഞ്ഞുനാളിൽ പുൽക്കൂടുണ്ടാക്കുന്ന അവസരത്തിൽ ഇപ്പോഴൊക്കെയാണെങ്കിൽ റെഡിമെയ്ഡ് പുൽക്കൂട് കിട്ടും, വലിയ വിലയാണതിന്. പണ്ടങ്ങനെയല്ല, പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതിന് മത്സരങ്ങളുണ്ട് ഇടവകകളിൽ. അങ്ങനെ പുൽക്കൂടുണ്ടാക്കുമ്പോൾ നാട്ടിലെ കുട്ടികൾ മുഴുവൻ തേടി നടക്കുന്നത് പുല്ലാണ്. നല്ല പുല്ല് കിട്ടണം, എന്നാലേ പുൽക്കൂടുണ്ടാക്കാൻ പറ്റത്തു. ഈ പുല്ലെന്നൊക്കെ പറയുന്നത് വലിയ വിലയില്ലാത്തൊരു സംഭവമാണ്. കച്ചി ഇതൊക്കെ തേടി ഇങ്ങനെ പിള്ളേര് നടക്കുന്ന കാണാം. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ശകലം കച്ചി അടിച്ച് മാറ്റാൻ പറ്റുമോ എന്നൊക്കെയുള്ളതായിരിക്കും കുഞ്ഞുങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്ത.
കാരണം പുൽക്കൂടുണ്ടാക്കണം മനോഹരമായിട്ട്, അതിന് ഇതൊക്കെയാണ് വേണ്ടത്. ഇതിനൊന്നും വലിയ വിലയില്ലാത്ത സാധനങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം ക്രിസ്മസ് കാലത്ത് വലിയ വിലയായിരുന്നു അന്ന് പ്രത്യേകിച്ചു. അതുപോലെ ദൈവപുത്രന്റെ ജനനത്തോടനുബന്ധിച്ച് വാർത്തയായത് കൊട്ടാരങ്ങളോ വലിയ സമ്പന്നമായ വീടുകളോ ഒന്നുമല്ല, ഒരു കാലിത്തൊഴുത്താണ്. കാലിത്തൊഴുത്തിന് ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു തിരുനാളാണത്. കാലിത്തൊഴുത്തിനൊക്കെ ആരെന്ത് വിലയാണ് കൊടുക്കുന്നത്, പക്ഷെ അതിനൊക്കെ വലിയ വില കിട്ടുകയാണ്. അതുപോലെ കന്നുകാലികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി നമ്മൾ പുൽക്കൂട്ടിൽ വെക്കും. വേറെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ അത്? കന്നുകാലിയുടെ രൂപം ഉണ്ടാക്കി നമ്മൾ ഉണ്ണീശോയുടെ അടുത്തൊക്കെ വെക്കുകയാണ്. ഇതിനൊന്നും സാധാരണ രീതിയിൽ നമ്മൾ വലിയ വില കൊടുക്കാത്ത സംഭവങ്ങളാണ്. പക്ഷെ അതിനെല്ലാം കൂടുതൽ വില കിട്ടുന്ന ഒരു തിരുനാൾ. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ മനുഷ്യന് തന്നെ കൂടുതൽ വില ലഭിച്ച ഒരു തിരുനാളാണ് ഈ മനുഷ്യാവതാരത്തിന്റെ തിരുനാൾ. കർത്താവ് ജനിക്കുന്നത് തന്നെ അടിമത്തം അനുഭവിക്കുന്ന വിഭാഗത്തിലാണ്. അന്ന് ഇസ്രായേല്യരെ റോമാക്കാര് അടിമത്തത്തിൽ വച്ചിരുന്ന ഒരു കാലഘട്ടമാണിത്. അവരുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു കാലം. അവരെല്ലാം അടിമകളെ പോലെ ജീവിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് നസ്രത്തിൽ ജോസഫിന്റെയും മേരിയുടെയും കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നത്. അതിലൂടെ മനുഷ്യന് തന്നെ വലിയ വില ലഭിക്കുകയാണ്. അടിമകളായി കരുതപ്പെടാവുന്ന അവസ്ഥയിൽ നിന്ന് ദൈവമായിട്ട് മാറുന്ന ഒരവസ്ഥ. ഒരു മനുഷ്യനിൽ ദൈവം രൂപമെടുക്കുന്നു എന്നുള്ളതിലൂടെ മനുഷ്യകുലത്തിന് തന്നെ വില ലഭിച്ചു. സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വില ലഭിച്ച ദിനമായിരുന്നു മനുഷ്യാവതാരം. ഇപ്പോ നമുക്കറിയാം, നമ്മുടെയൊക്കെ സ്കൂളിൽ ചെന്ന പെൺപിള്ളേരാണ് ആൺപിള്ളേരെക്കാളും സ്മാർട്ട് എന്ന് പറയും. വലിയ മിടുക്കരാണ്, പഠിക്കാനും ഒക്കെ അവരാണ് മിടുക്കര്, എല്ലാ കാര്യങ്ങൾക്കും അവരാണ് മിടുക്കരെന്ന് പറയാറുണ്ട്. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയല്ല. സ്ത്രീകൾക്ക് വലിയ വിലയൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്ത്രീയിൽ നിന്ന് ദൈവപുത്രൻ ജാതനാവുകയാണ്. അത് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. സാധാരണപ്പെട്ടവർ ചിന്തിക്കും, വേറെ ആരിൽ നിന്നാ ജാതനാകാൻ പറ്റുന്നത്, എന്തിനാ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? അത് വളരെ പ്രസക്തമാണ്. കാരണം അന്നത്തെ സമൂഹത്തിൽ വലിയ വിലയൊന്നും ലഭിക്കാതിരുന്ന സ്ത്രീയിൽ നിന്ന് ദൈവം മനുഷ്യരൂപം പൂണ്ട് ജനിക്കുകയാണ്. അതിലൂടെ സ്ത്രീയുടെ സ്ഥാനം ഉയർന്നു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ നമ്മൾ അൾത്താരയിൽ വണങ്ങുന്ന ആ അവസ്ഥയിലേക്ക് വന്നു. ഒരു സ്ത്രീ അൾത്താരയിൽ വണങ്ങപ്പെടുന്ന ആ ഒരു വലിയ ദൈവികമായ ആ അനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്തോ ഒരു വലിയ വ്യത്യാസമാണ് സമൂഹത്തിലുണ്ടായത്. ആട്ടിടയന്മാർ, ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൂട്ടരാണ് ആട്ടിടയന്മാർ. ആട്ടിടയന്മാരെ കുറിച്ച് എത്രയോ പാട്ടുകൾ ഇറങ്ങി ഈ ക്രിസ്മസിനോടനുബന്ധിച്ച്. ആട്ടിടയന്മാരുടെ തൊഴില് ഏറ്റവും ബോറ് പിടിച്ച പരിപാടിയാണ്. കാരണം ആരോട് മിണ്ടാനാ, ആടുകളോട് എന്ത് വർത്താനം പറയാനാ? രാവിലെ മുതൽ ആടുകളെ മേയിച്ച് നടക്കുന്ന ഏറ്റവും ബോറടിപ്പിക്കുന്ന ഒരു തൊഴിൽ ചെയ്തിരുന്ന ആട്ടിടയര്, അവർക്കാണ് ആദ്യമായിട്ട് സന്ദേശം കിട്ടുന്നത്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കുമ്പോൾ വിലയില്ലാത്തതിനെ അമൂല്യമാക്കിയ ഒരു സംഭവമായി നമുക്ക് ഈ മനുഷ്യാവതാരത്തെ കാണാം. നമ്മൾ വലിയ വിലയും പ്രാധാന്യവും ഒന്നും കൊടുക്കാത്ത ഇടങ്ങളിൽ ദൈവത്തെ കാണാൻ സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തിരുനാളാണ് ഈ ക്രിസ്മസിന്റെ തിരുനാൾ. ജോസഫും മേരിയും എന്ന സാധാരണ മനുഷ്യരുടെ കുടുംബത്തിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്, ദൈവം മനുഷ്യനായി അവതരിക്കുന്നത്. ഇനി ബെത്ലഹേം എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലാണ്, അത് ഒരു കാലിത്തൊഴുത്തിലാണ് അവിടുന്ന് പിറക്കുന്നത്. മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നതിനൊന്നുമല്ല ദൈവം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തിരുനാൾ. വിലയില്ലാത്തതിന് വില നൽകുന്ന ഒരു തിരുനാൾ. നമുക്കറിയാം, നമ്മുടെയൊക്കെ മിക്കവാറും സങ്കടങ്ങൾ നമുക്ക് മറ്റുള്ളവർ വില തരുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ ഭാര്യമാരുടെയും ദുഃഖം
ഭർത്താവ് എനിക്ക് വില തരുന്നില്ല എന്നുള്ളതായിരിക്കാൻ സാധ്യത. എല്ലാ ഭർത്താക്കന്മാരുടെയും സങ്കടം എൻ്റെ ഭാര്യയും മക്കളും ഒന്നും ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അവർക്ക് വേറെ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതായിരിക്കും. എല്ലാ മാതാപിതാക്കളുടെയും ദുഃഖം മക്കൾ ഞങ്ങളുടെ വാക്കിന് വില തരുന്നില്ല എന്നുള്ളതാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ ദുഃഖം മാതാപിതാക്കൾ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ മറ്റുള്ളവര് നമുക്ക് വില തരുന്നില്ല എന്നുള്ള വേദനയിൽ കഴിയുന്നവരാണ് നമ്മളെല്ലാവരും. മിക്കവാറും മാനസികമായ സങ്കടങ്ങളെല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. എനിക്ക് വിലയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആരാണ് വില തരുന്നത്, നമുക്ക് ആരാണ് വില തരാത്തത് എന്ന് നമ്മൾ നിരന്തരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വില തരുന്നവർക്ക് മാത്രമേ നമ്മൾ വില കൊടുക്കുകയുള്ളൂ. നമ്മളെ മൈൻഡ് ചെയ്യാത്തവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. കാരണം നമുക്ക് വലിയ വിലയൊന്നും തരുന്നില്ല. അവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തിനാണ് മനുഷ്യനിൽ നിന്ന് മഹത്വം അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് ദൈവം വില തന്നിരിക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ ഓരോ മനുഷ്യനിലും ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ഉണ്ടെന്ന്, ഓരോ മനുഷ്യനും ദൈവികനാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ദിനമാണ് മനുഷ്യാവതാരത്തിന്റെ ദിനം. നമ്മൾ ഓരോരുത്തരും വിലയുള്ളവരാണ്, ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ്. അപ്പോൾ പിന്നെ നമുക്ക് വിലയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് വില അന്വേഷിച്ച് മറ്റുള്ളവരുടെ പിന്നാലെ നടക്കുന്നത്? നിങ്ങളെല്ലാവരും എനിക്ക് വില തരണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എനിക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ദൈവം വില തരുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം പുത്രനെ അയച്ച് അവന്റെ ജീവരക്തം വിലയായി നൽകി നമ്മളെ വീണ്ടെടുത്തത്. എത്രമാത്രം നമുക്ക് വില തരുന്നു നമ്മുടെ ദൈവം. ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസം ഈ ലോകത്തുണ്ടായ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കടന്നു വന്ന ഏറ്റവും വിപ്ലവകരമായ ചിന്ത മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ്. അത്രമാത്രം വിലയാണ് മനുഷ്യന് ദൈവം നൽകുന്നത്. നമ്മൾ പരസ്പരം ആ വില കൊടുക്കുന്നുണ്ടോ? നമ്മൾ നമുക്ക് തന്നെ ആ വില നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവം നമുക്ക് വില നൽകുന്നു എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ക്രൈസ്തവ ലോകത്തെ സർവ കാരുണ്യ പ്രവർത്തനങ്ങളും ഉടലെടുത്തതെന്ന് നമുക്കറിയാം. നമ്മുടെ ക്രൈസ്തവൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം അതൊരിക്കലും ഒരു സാമൂഹിക പ്രവർത്തനമല്ല, ഒരു സോഷ്യൽ വർക്ക് മാത്രമല്ല. നമ്മൾ ചെയ്യുന്നത് ദൈവ ആരാധനയാണ്. കാരണം എന്താ? ഓരോ വ്യക്തിയിലും ദൈവമുണ്ട്. ഓരോ വ്യക്തിക്കും ദൈവികനാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ദൈവികരാക്കാൻ ദൈവം മനുഷ്യനായി എന്ന് പറയുന്ന സഭാപിതാവായ അത്തനേഷ്യസിനെ നമുക്ക് ഓർക്കാം. ഓരോ വ്യക്തിയും ദൈവികനാകാൻ സാധ്യതയുള്ളവനായതുകൊണ്ട് അവന് പരിചരണം ആവശ്യമാണ്. അവന് വഴി കിടന്ന് മരിക്കാനായിട്ട് സാധിക്കുകയില്ല. അവൻ അനാഥനായിട്ട് അലയാനായിട്ട് ഇടയാവരുത്. ഇതൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. നമ്മൾ എത്രയോ കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നുണ്ട്. അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിതം സമർപ്പിക്കാൻ ദൈവം കുറെ പേരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ സിസ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവം അവരെ വിളിച്ച് വേർതിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. എന്തുകൊണ്ടാ? ദൈവം മനുഷ്യന് വില നൽകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രികൾ ആരംഭിക്കുന്നത്. മനുഷ്യൻ വഴി കിടക്കേണ്ടവനല്ല. രോഗം ബാധിച്ച് അവന് നല്ല ചികിത്സ കിട്ടാനായിട്ട് അവന് യോഗ്യതയുണ്ട്. അവൻ മഹത്വമുള്ളവനാണ്. ദൈവം വില കൊടുക്കുന്നവനാണ് അവൻ. അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യ ഭവനങ്ങൾ ആരംഭിച്ച് ഉപേക്ഷിക്കപ്പെട്ടവരെ എല്ലാം സ്വന്തം എന്നതുപോലെ സ്വീകരിച്ച് അവർക്കെല്ലാം ആവശ്യമായത് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമുക്കാരെയും വെറുക്കാനോ വിദ്വേഷിക്കാനോ അവകാശമില്ലാത്തതും. കാരണം നമ്മൾ വിദ്വേഷിക്കുന്നവർക്കും ദൈവം വില കൊടുക്കുന്നുണ്ട്. നമ്മൾ വെറുക്കുന്നവർക്കും ദൈവം വില കൊടുക്കുന്നുണ്ട്. നമ്മൾ ആർക്കെങ്കിലും എതിരെ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവം വില കൊടുക്കുന്നുണ്ട്. ദൈവം വില നൽകുന്നവനെതിരെയാണ് നമ്മൾ പലപ്പോഴും വെറുപ്പും വിദ്വേഷവുമായിട്ട് കൊണ്ട് നടക്കുന്നത്. നീ വെറുക്കുന്നവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും വിലപ്പെട്ടവനാണെങ്കിൽ
അവനെ വെറുക്കാൻ നിനക്കെന്ത് അവകാശം? നമുക്ക് വില നൽകുന്ന കാരുണ്യവനായ ദൈവം. അതുകൊണ്ട് നമുക്ക് സാധ്യതകൾ പലതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വിലയുമില്ലാത്തവനെ പോലെ മൃഗീയമായ താല്പര്യങ്ങളുമായിട്ട് ജീവിക്കാം. അതല്ലെങ്കിൽ ദൈവം സ്വന്തം ജീവരക്തത്താൽ, ദൈവപുത്രൻ തന്റെ രക്തത്താൽ വീണ്ടെടുത്ത, അത്രമാത്രം അമൂല്യമെന്ന് കരുതി വീണ്ടെടുത്ത ഒരു മകനാണ് ഞാൻ, മകളാണ് ഞാൻ എന്ന ബോധ്യത്തോടെ ദൈവികനായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കും. ഈ രണ്ട് സാധ്യത എനിക്കുണ്ട്. മൃഗതുല്യമായിട്ടും എനിക്ക് ജീവിക്കാം, ദൈവികനായിട്ടും ജീവിക്കാം. നമ്മൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. ആകയാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യാവതാര തിരുനാള് ദൈവം മനുഷ്യനെ അമൂല്യനാക്കിയ തിരുനാളാണ്. നമുക്ക് വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ അത്രമാത്രം വില നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കർത്താവ് നൽകുകയാണ്. നമുക്കത് വിശ്വസിക്കാം. നമ്മൾ ഇന്ന് ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള വ്യക്തികൾക്ക് കൂടുതൽ വിലയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ അവരോട് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അത് എത്രമാത്രം ആനന്ദകരമായ ഒരു ഇടപെടലായിട്ട് മാറും, സന്തോഷകരമായ ഒരു കണ്ടുമുട്ടലായിട്ട് ഇത് മാറും. പരസ്പരം ആദരിക്കുന്ന വ്യക്തികളുടെ സമൂഹമായി നമ്മുടെ കുടുംബങ്ങൾ മാറും. അവിടെ വഴക്കും വിദ്വേഷവും ഒന്നും കാണില്ല. അവിടെ മോശപ്പെട്ട വാക്കുകൾ ഞാൻ ഉപയോഗിക്കില്ല. കാരണം ഓരോ വ്യക്തിയും ദൈവികനാകാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. ഓരോ വ്യക്തിയും ദിവ്യരക്ഷകനാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഓരോരുത്തരെയും ആദരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വലിയ ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജോസഫും മറിയവും ബെത്ലഹേമിലേക്ക് പോകാനിടയായത് സാഹചര്യം നമുക്കറിയാം. ലോകമാസകലമുള്ള യഹൂദരെല്ലാം പേരെഴുതിക്കണമെന്ന് അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പൂർണ്ണ ഗർഭിണിയായിരുന്നിട്ട് മാതാവിനെയും കൊണ്ട് പോകണമെങ്കിൽ അത്രയും പ്രാധാന്യമാണ് ഈ സെൻസസിന് അവർ കൊടുത്തത്. സെൻസസിന് പേര് ചേർക്കാൻ പോയതാണ്. നമ്മളാണെങ്കിൽ പോവോ? പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ഭർത്താവ് സെൻസസിൽ പേര് ചേർക്കാനായിട്ട് നമ്മളാണെങ്കിൽ പോവോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരു പേരെഴുതിക്കൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നുണ്ട്. ഇന്നലത്തെ പത്രത്തിൽ ഞാൻ വായിച്ചത് 25 ലക്ഷം പേരുടെ പേര് അതിനകത്തില്ല. അതിനകത്ത് നമ്മുടെയൊക്കെ പേര് വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കണം. 1 മാസവും കൂടെ ഉണ്ട് അതിന്. പേരെഴുതിക്കണം. നമ്മുടെ പേര് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൗരന്മാരല്ലെന്നുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് മാതാവും ഔസേപ്പിതാവും നമുക്ക് കാട്ടിത്തന്ന മാതൃക ആ കാര്യത്തിലും കൂടെ നമുക്ക് പുലർത്താവുന്നതാണ്. പേരെഴുതിക്കുന്നതിൽ വലിയ ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ പൗരന്മാരെന്നുള്ള അവകാശം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടും ശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛന്മാർക്കും നിങ്ങൾക്കെല്ലാ സിസ്റ്റേഴ്സിനും നിങ്ങൾക്കെല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി ഈ മനുഷ്യാവതാര തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഈ ജൂബിലി തിരുനാൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ കൃപകൾ നൽകുന്ന ഒരു ദിനമായിട്ട് മാറട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.